ചെറുപ്പക്കാർ ഒരുമിക്കുന്നു. കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സോൾട്ട് മാംഗോ ട്രീ ഇന്റർനെറ്റിന്റെ പരസ്യ സാധ്യതകളെയാണ് പ്രയോജനപ്പെടുത്തുന്നത്. സോഷ്യൽ മീഡിയ രംഗം നേടുന്ന അഭൂതപൂർവമായ വളർച്ചയിൽ പരസ്യത്തിനും നിർണായക സ്വാധീനമുണ്ട്. സമീപകാലത്ത് സിനിമ, പൊതുവിഷയങ്ങൾ തുടങ്ങിയവയിൽ ജനാഭിപ്രായം സ്വരൂപിക്കാൻ ഉതകുന്ന വലിയ മാധ്യമമായി ഇത്തരം വേദികൾ മാറുകയും ചെയ്തു. ഇതോടെയാണ് ഈ മേഖലയിലെ പരസ്യത്തിന്റെ സാധ്യതകൾ തെളിഞ്ഞു വന്നത്. Salt Mango Communications in a digital creative agency, and how we are different from normal agencies is we are into advertising, but now domain is digital. One organization, one brand, online, social media, activations, planning, execution. We don't compete with traditional agencies. In fact, we are complementing it. ഇപ്പോൾ എല്ലാ ബ്രാൻഡിനും എവരി ഓർഗനൈസേഷൻസ് ഈ പറയുന്ന ട്രഡീഷണൽ മീഡിയ പോലെ തന്നെ ഓൺലൈൻ സോഷ്യൽ മീഡിയ വൈസ് വളരെ സ്ട്രോങ് ആണ്. ആൻഡ് ബൈ ഡീഫോൾട്ട് എല്ലാവരും ചെയ്ത് തുടങ്ങി. സോ ദാറ്റ് ഇസ് വെയർ വി കം ഇൻ. ആൻഡ് അങ്ങനെ ഒരു ക്രിയേറ്റീവ് ഏജൻസിയാണ് സോൾട്ട് മാംഗോ ട്രീ. കേരളത്തിൽ നൗ ദി തിങ് ദാറ്റ് ഇൻ കേരള ഇസ് ദാറ്റ് വി ഹാവ് എ ലോട്ട് ഓഫ് നാഷണൽ ബ്രാൻഡ്സ്. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ ഇപ്പോഴേ അത് ഇമ്പോർട്ടൻ്റ് ആണ്. There are very less brands actually. ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ കേരളത്തിൽ നിന്നുള്ള ബ്രാൻഡുകൾ കുറവാണ് who are set to be like. ബട്ട് നല്ല കുറച്ച് എക്സാമ്പിൾ എന്ന് പറയാൻ നമുക്കിപ്പോൾ നമ്മുടെ സ്വന്തം IPL ടീം കേരള ടസ്കേഴ്സ് ഓൺലൈൻ നല്ല സ്ട്രോങ് ആണ്. വെരി ഗുഡ് ഫോളോവേഴ്സ് ഓൾസോ. ഇൻഫാക്ട് ഒരു ഇന്ത്യൻ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ഫേസ്ബുക്ക് ഫാൻസുള്ള പേജ് എന്ന് പറയുന്നത് മുംബൈ ഇന്ത്യൻസിൻ്റെയാണ് ഏറ്റവും കൂടുതൽ ബ്രാൻഡ് പേജ് എന്ന് പറയുന്നത്. അപ്പം ക്രിക്കറ്റ് ആൻഡ് മൂവീസ് എ ലോട്ട് ബുക്ക്. ഒരു കേരള പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ബ്രാൻഡുകൾ അഥവാ ഓർഗനൈസേഷൻസ് ആർ ജസ്റ്റ് ഗെറ്റിംഗ് സീരിയസ്. ദേ ആർ ജസ്റ്റ് സ്റ്റാർട്ടിംഗ് ടു ബി ഓൺ ഫേസ്ബുക്ക്. അപ്പം ദർ ഇസ് എ ഹ്യൂജ് മാർക്കറ്റ്, ബട്ട് ഇറ്റ്സ് ന്യൂ. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഒരുപാട് ബ്രാൻഡ്സ് ഇപ്പോൾ ഓൾറെഡി ഇതിനകത്തില്ല. സോ ഫോർ ദം ഇറ്റ്സ് എ ന്യൂ ടേം ഓഫ് അഡ്വർടൈസിംഗ് ഈ പറയുന്ന സോഷ്യൽ മീഡിയ. വിവിധ കമ്പനികളുടെ യുവസംരംഭകർ ഇതിൽ പ്രത്യേകമായി താൽപര്യമെടുക്കുന്നുണ്ട്. പുതിയ ഉൽപ്പന്നം അവതരിപ്പിക്കാനും പ്രചാരം നേടാനും ഫേസ്ബുക്ക് പോലുള്ള മാധ്യമങ്ങൾക്ക് കഴിയുമെന്ന് ഇവർക്കറിയാം. ഇതിലൊരു കോംപ്രിഹെൻസീവ് പാക്കേജാണ്. അതായത് ഇപ്പം നമ്മളൊരു നോർമലി ഒരു കമ്പനി എന്ന് പറയുമ്പോൾ അവർക്കൊരു വെബ്സൈറ്റ് ഉണ്ടാവും. അതോടെ അത് തീർന്നു. ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി വെക്കുക, ആൾക്കാരുടെ വരാനുള്ള ഫേസ്ബുക്ക് പേജ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പേജ് ഭയങ്കര ഡൈനാമിക് ആണ്. അതിനകത്ത് എല്ലാ ദിവസവും എന്തെങ്കിലും ആക്ടിവിറ്റി വേണം. അതേപോലെ കസ്റ്റമേഴ്സ് ഒന്ന് നേരെ എൻഗേജ് ചെയ്യുകയാണ്. അതായത് ഇഫ് യു ഗോ ടു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ബാങ്കിന്റെ പേജ് ആണെങ്കിൽ അവിടെ കസ്റ്റമേഴ്സ് വന്ന് ചോദിക്കുന്നത് ചിലപ്പോൾ പ്രൊഡക്റ്റ് റിലേറ്റഡ് ഡീറ്റെയിൽസ് ആയിരിക്കാം, എവിടെയാണ് അടുത്ത ബ്രാഞ്ചിൽ നിന്നായിരിക്കാം, അങ്ങനെയുള്ള ഡീറ്റെയിൽസ്. അപ്പോൾ അതിനൊക്കെ ഇൻസ്റ്റന്റ് ആയിട്ട് റിപ്ലൈ നമുക്ക്. അപ്പോൾ ആസ് എ സോഷ്യൽ മീഡിയ ഏജൻസി വി ആർ ആക്ച്വലി അക്കൗണ്ടബിൾ ഫോർ ദി എൻറ്റയർ തിങ്. അതായത് ആ പേജ് സ്റ്റാർട്ട് ചെയ്യുക, അതിനകത്ത് ആവശ്യമുള്ള ഡിസൈൻസ് കൊടുക്കുക, അതിനകത്ത് ആവശ്യമുള്ള റെസ്പോൺസസ് കൊടുക്കുക, അതിന് ആവശ്യമുള്ള കണ്ടന്റ് കൊടുക്കുക. അപ്പോൾ ഒരു കോംപ്രിഹെൻസീവ് പാക്കേജാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് എവറിത്തിങ്. സക്സസ് റേഷ്യോ എന്ന് പറയുന്നത് ഇപ്പോൾ കൂടുതലും കേരള ഓറിയന്റഡ് ആയിട്ട് ഒരു സോഷ്യൽ മീഡിയ സ്റ്റണ്ട് നോക്കുകയാണെങ്കിൽ ഞാൻ ഏറ്റവും നല്ല എക്സാമ്പിൾ എനിക്ക് ഹിയർ ഉണ്ടായിരുന്ന മുല്ലപ്പെരിയ റേഷ്യോ തന്നെയാണ്. ബിക്കോസ് അത് സ്പ്രൗട്ട് ചെയ്ത് ഈ പറയുന്ന സോഷ്യൽ മീഡിയ തൊഴിൽ തന്നെയാണ്. ഇൻഫാക്ട് ആ ഒരു ഇഷ്യൂവിന് വേണ്ടി മാത്രം ഒരു 250ഓളം ഗ്രൂപ്പ്സ്, ഓരോ ഗ്രൂപ്പിലും ഒരു ആവറേജ് ഒരു 50,000 ആൾക്കാരുണ്ട്. ഇതെല്ലാം മലയാളീസാണ്. ഇത്തരം നമ്പേഴ്സാണ് ഈ പേജുകളിലുള്ളത്. അത് തന്നെ ഈ പറയുന്ന സോഷ്യൽ മീഡിയ ആക്ടിവിറ്റിയുടെ ഒരു പ്രൂഫാണ്.
വ്യാപകമായ പ്രചാരമാണ് ലഭിക്കുന്നത്. 4-5 വർഷത്തേക്ക് ഇന്റർനെറ്റിന്റെ വ്യാപനം വലുതാവുന്ന മുറയ്ക്ക് ഇതിന്റെ സാധ്യതകൾ കൂടുമെന്നും ഇവർ കരുതുന്നു. നമ്മുടെ സർവീസസിന്റെ ഒരു ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് ഡിജിറ്റലി, അതായത് ഇപ്പോൾ നമുക്ക് ഇന്ത്യയിൽ തന്നെ വി ഹാവ് ക്ലോസ് ടു 100 മില്യൺ ഇന്റർനെറ്റ് യൂസേഴ്സ്. അപ്പോൾ ഈ പറയുന്ന 100 മില്യൺ ഇന്റർനെറ്റ് യൂസേഴ്സിനെ അഡ്രസ് ചെയ്യാനുള്ള മാർഗങ്ങൾ, ഹൗ ക്യാൻ യു റീച്ച് ഔട്ട് ടു ദിസ് ഓഡിയൻസ്, അതിനുള്ള ആക്ടിവേഷൻസ് നമ്മൾ ചെയ്യുന്നു. അത് അഡ്വർടൈസ്മെന്റ് ആവാം, ഡയറക്റ്റ് അഡ്വർടൈസ്മെന്റ് ആവാം, ഈ പറയുന്ന വെബ്സൈറ്റിലുള്ള അഡ്വർടൈസ്മെന്റ് ആവാം, അതിനുള്ള പ്ലാനിങ്, അതിനകത്ത് എന്തൊക്കെ ആക്ടിവേഷൻസ് ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇപ്പൊ തന്നെ എല്ലാ ബ്രാൻഡുകളും വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഔട്ട് ഓഫ് 100 മില്യൺ ഏകദേശം ഹാഫ് ഓഫ് ദാറ്റ് ഓഡിയൻസസ് ഇൻ സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ഫേസ്ബുക്ക്, ട്വിറ്റർ, ലിങ്ക്ഡിൻ, യൂട്യൂബ് ഇങ്ങനെയുള്ള സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സിൽ ഈ പറയുന്ന ഓർഗനൈസേഷന്റെ ബ്രാൻഡുകളുടെ ഒഫീഷ്യൽ പേജസ്. അപ്പോൾ കാര്യം എന്ന് വെച്ചാൽ ഓൾറെഡി ദർ ആർ സർട്ടൻ നമ്പേഴ്സ്, 50 മില്യൺ പ്ലസ് users who are sitting on Facebook or Twitter. So ഇവരായിട്ടുള്ള എൻഗേജ്മെന്റ്, കാര്യം this is different from a typical advertisement. ഇവിടെ നടക്കുന്ന കൂടുതൽ എൻഗേജ്മെന്റ് പ്ലാറ്റ്ഫോമാണ്. ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ഗ്രൂപ്പ് is anyway the age group of 13 to 24, which is the so-called youth. അതാണ് ഏറ്റവും ആക്റ്റീവ്. എന്നിരുന്നാൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് is 35+. കാര്യം അവരിപ്പോൾ വന്ന് തുടങ്ങിയുള്ളൂ. സോ ദേ ആർ മോർ ഫാസ്റ്റ്. അപ്പോൾ ഏറ്റവും ആക്റ്റീവ് യൂസേഴ്സ് എന്ന് പറയുന്ന യൂത്ത് ആണെങ്കിലും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് 35+ ആണ്. ഇൻഫാക്ട് അതിന്റെ നമ്പേഴ്സിൽ ഇപ്പോൾ നമ്മുടെ ഒരു കേരള എന്നുള്ള ഇന്ത്യൻ പെർസ്പെക്റ്റീവിൽ എടുക്കുകയാണെങ്കിൽ തന്നെ ലിങ്ക്ഡിൻ, വിച്ച് ഇസ് എ പ്രൊഫഷണൽ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്, അവരുടെ സെക്കൻഡ് ലാർജസ്റ്റ് ബേസ് ഇന്ത്യയാണ്. US കഴിഞ്ഞിട്ട് സെക്കൻഡ് ലാർജസ്റ്റ് ബേസ് ഇന്ത്യയാണ്. ആൻഡ് ഇൻഫാക്ട് ഇറ്റ് ഈസ് എ വെൽ നോൺ ഫാക്ട് ദാറ്റ് കമ്പനീസ് ആൻഡ് ഓർഗനൈസേഷൻസ് ഇൻ ഇന്ത്യ യൂസ് സോഷ്യൽ മീഡിയ മച്ച് സ്ട്രോങ്ങർ ദാൻ ദ കൗണ്ടർ പാർട്സ് ഇൻ US. അതായത് നമ്മളാണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയ കൂടുതലും എഫക്റ്റീവ്ലി യൂസ് ചെയ്യുന്നത്. ഒരു വേൾഡ് വൈഡ് സിനാരിയോ നോക്കുകയാണെങ്കിൽ, സ്ത്രീകളുടെ ഭാഗം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫേസ്ബുക്ക് എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഇന്ന് നമ്പേഴ്സ് ചേഞ്ച് എവറി ഡേ. ആൻഡ് നമുക്ക് ആ നമ്പേഴ്സിന്റെ ഒരു ട്രാക്ക് വെക്കാൻ പറ്റും. ഇപ്പോൾ ഔട്ട് ഓഫ് ദി 40 മില്യൺ യൂസേഴ്സ് ദാറ്റ് Facebook has currently, almost 11 എന്താ പറയുക, ഒരു 1/3 is women. 1/3 women ആണ്. ആൻഡ് അത് ഈ പറയുന്ന പോലെ ഒരു ഗ്രോയിങ് കമ്മ്യൂണിറ്റി തന്നെയാണ്. സമ്പാദ്യം ഇവിടെ പൂർണ്ണമാവുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് എഴുതുക. വിലാസം